ഗാലിൽ സേവന സന്നദ്ധരായി സേവാഭാരതി ഭക്തജനങ്ങൾക്ക് നഗരത്തിൽ മാത്രം 60ഓളം ഇടങ്ങളിൽ സേവനമൊരുക്കി. കൊടും വേനലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സയും ഉറപ്പാക്കി. വിവിധ ഇടങ്ങളിൽ ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ച കർമ്മനിരതരായി. ആറ്റുകാലിലെത്തിയ ഭക്തർക്ക് സഹായഹസ്തമേകി സേവാഭാരതി. ഭക്തജനങ്ങൾക്ക് നഗരത്തിൽ മാത്രം 60 ഇടങ്ങളിലാണ് സേവനമൊരുക്കിയത്. കർമ്മനിരതരായി 1000ഓളം വോളണ്ടിയർമാർ. പൊങ്കാലയിടാനെത്തിയ അമ്മമാർക്ക് അടിയന്തര വൈദ്യസഹായവും മരുന്നും ഭക്ഷണവും സേവാഭാരതി ഉറപ്പുവരുത്തി. സേവാഭാരതി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1980 മുതലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ആറ്റുകാൽ പൊങ്കാലയ്ക്കും ഞങ്ങളുടെ പ്രവർത്തകരും ഡോക്ടർമാരും എല്ലാ വോളണ്ടിയേഴ്സും എല്ലാ പേരും തന്നെ പൂർണ്ണ സമയവും ഇവിടെ പ്രവർത്തനത്തിലാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും അവർക്ക് വേണ്ടുന്ന സഹായം പൊതുരംഗത്ത് ഞങ്ങൾ വളരെ നിറസാന്നിധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനം. പൊരിവെയിലിൽ കുഞ്ഞുങ്ങളുമായി എത്തിയ അമ്മമാർക്കും തളർന്നുപോയ വയോധികർക്കും സേവാഭാരതിയെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ. കുഞ്ഞിന് ഓൾറെഡി ഞങ്ങൾ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഒരു ദിവസം മുമ്പ്. അപ്പം അതിന് ഉറക്കമില്ലായിരുന്നു, ഇന്നലെ അതുപോലെ ഉറക്കമില്ലായിരുന്നു. സോ കുഞ്ഞാകപ്പാടെ വലിയ ഒരു കഷ്ടത്തിലായിരുന്നു. എന്തായാലും നന്ദിയുണ്ട്. ചൂടത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ദേവിയുടെ സഹായം ഉണ്ടായി അനുഗ്രഹമാണ്. അതൊരു നല്ല കാര്യമായിരുന്നു. തളർന്ന് വന്നതായിരുന്നു, ചൂടെല്ലാം കൊണ്ടങ്ങ് ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ എനിക്ക് നല്ലൊരു ഇതായിരുന്നു കിട്ടിയത്. കുറേ നേരം ഞാനിവിടെ ഇരുന്നു. എനിക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഈ ഡോക്ടറും സേവാഭാരതിക്കൊപ്പമുണ്ട്. ഞങ്ങളുടെ ജോലി സേവ എന്നുള്ളതാണ്, സേവകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ സേവനം ചെയ്യണം. അപ്പോൾ ഇവിടെ അമ്മയെ കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ പറ്റിയാൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. അമ്മയുടെ കീഴിലിരുന്ന് സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് സായുജ്യം കൂടിയാണ്. ജനം, തിരുവനന്തപുരം.